ഹലോ എവരിവൺ, വെൽക്കം ടു ദിശ യൂട്യൂബ് ചാനൽ. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കീഴിൽ നല്ലൊരു ജോബ് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അഫ്കാറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് ഫോർ ഓൾ മെൻ ആൻഡ് വുമൺ ആണ് ഈ എക്സാം എന്ന് പറയുന്നത്. വർഷത്തിൽ 2 തവണ ഈ എക്സാം വരുന്നതാണ്. അതുപോലെ തന്നെ NCC സ്പെഷ്യൽ എൻട്രിക്കാർക്കും ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അഫ്കാറ്റ് എന്ന് നിങ്ങൾ കുറച്ച് പേരെങ്കിലും പലവട്ടം കേട്ടിട്ടുണ്ടാവും ഈ അഫ്കാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ്, അതിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള സംശയങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആണ്. എത്ര വയസ്സ് വരെ അപേക്ഷിക്കാം, എത്ര വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം, അതുപോലെ തന്നെ അതിൻ്റെ സാലറി എത്രയായിരിക്കും, അതുപോലെ വേക്കൻസികൾ എങ്ങനെയൊക്കെ ആയിരിക്കും, ആർക്കൊക്കെ അപേക്ഷിക്കാം, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എങ്ങനെയായിരിക്കും, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും, എങ്ങനെയാണ് പ്രോസസ്സ്, എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, എങ്ങനെ അപേക്ഷിക്കണം, എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അഫ്കാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഫ്കാറ്റ് എന്ന് പറഞ്ഞാൽ എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ്, അതാണ് അഫ്കാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജോബ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വർഷത്തിൽ 2 തവണ വിളിക്കുന്നതാണ്. അപ്പോൾ ഒരു നാഷണലൈസ് ആയിട്ടുള്ളൊരു എക്സാമാണ്, ഇന്ത്യയിൽ എല്ലാവരും എഴുതുന്നൊരു എക്സാമാണ്. അതുപോലെ തന്നെ ഇത് അപേക്ഷിക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ theafcat.cdac.in ഇതൊരു ഒഫീഷ്യൽ സൈറ്റാണ്. അവരുടെ ഒഫീഷ്യൽ സൈറ്റിലാണ് നമ്മൾ പോയി അപേക്ഷിക്കുന്നത്. അതായത് നമ്മൾ ഈ പറയുന്ന സൈറ്റിൽ കയറിയിട്ട് ന്യൂ രജിസ്റ്റർ ആണെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് അഫ്കാറ്റിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിനകത്ത് ന്യൂ രജിസ്റ്റർ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇമെയിലും നമ്പറൊക്കെ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾക്കൊരു OTP വരും. OTP നിങ്ങൾ കൊടുത്തതിന് ശേഷം കറക്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് യൂസർ നെയിമും പാസ്വേഡും വരുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഏത് പോസ്റ്റിലേക്കാണോ അപേക്ഷിക്കേണ്ടത് ആ പോസ്റ്റിലേക്ക് കറക്റ്റായിട്ട് അപേക്ഷിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോഴും സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴും ഡോക്യുമെൻ്റ് ഒക്കെ വെരിഫൈഡ് ആണോ എന്ന് നോക്കി കറക്റ്റായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ മെയ് 20 ആപ്ലിക്കേഷൻ അപേക്ഷിക്കാനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പം മെയ് 30 നിങ്ങൾക്ക് അപേക്ഷ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനിയും ഇതുവരെ ആയിട്ടില്ല. അപ്പം മെയ് 30 അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവസാനിക്കുന്നത് ജൂൺ 28 ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവസാനം വരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കരുത്. കാരണം എന്താ, നിങ്ങൾക്ക് സൈറ്റൊക്കെ ഹാങ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവസാനം വരെ വെയിറ്റ് ചെയ്യാതെ നിങ്ങൾ മെയ് 30, 31 ആകുമ്പോൾ തന്നെ നിങ്ങൾ അപേക്ഷിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സൈറ്റ് ഹാങ് ആവാതെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഒരു റഷ് ഇല്ലാതെ, ഒരു ടെൻഷൻ ഇല്ലാതെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് പറയുന്നത്. അതായത് ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ മെന്നിനും വുമണിനും 20 മുതൽ 24 വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അൺമാരീഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ മെന്നിനും വുമണിനും 20 മുതൽ 24 വയസ്സ് വരെയാണ് ഫ്ലൈയിങ് ബ്രാഞ്ചിൽ അപേക്ഷിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ CPL സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് 26 വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് 20 മുതൽ 26 വയസ്സ് വരെയാണ് അപേക്ഷിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് 20 വയസ്സിലൊക്കെ നല്ലൊരു സാലറി പാക്കേജോട് കൂടി നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും, ആ ഒരു ജോലി ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല അല്ലേ. അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. ഫ്ലൈയിങ് ബ്രാഞ്ചിലാണെങ്കിൽ നിങ്ങൾ സയൻസ് സ്ട്രീം തന്നെ കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. 12th സയൻസ് സ്ട്രീം തന്നെ, മാത്സും ഫിസിക്സുമുള്ള സയൻസ് സ്ട്രീം പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഇവിടെ 50% മാർക്ക് വേണം കേട്ടോ. 50% മാർക്ക് വേണം സയൻസ് സ്ട്രീമിൽ. പാസ്സാവുക, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. 50% മാർക്ക് വേണം. അതുപോലെ ഗ്രാജുവേഷനിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഗ്രാജുവേഷൻ വേണം. 60% മാർക്ക് വേണം. അപ്പോൾ ഗ്രാജുവേഷനാണ് ബേസ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാജുവേഷൻ ഉള്ളവർക്ക്, ഡിഗ്രി ഉള്ളവർക്ക് നേരെ പോയി അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതല്ലെങ്കിൽ BTechോ BEയോ 60% മാർക്കോടെ പാസ്സായിരിക്കണം. അതും അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സിൽ സെക്ഷൻ Aയും Bയും പാസ്സായിരിക്കണം 60% മാർക്കോടെ. അതല്ലെങ്കിൽ എയറോനോട്ടിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയിൽ 60% മാർക്കോടെ പാസ്സായിരിക്കണം. ഓക്കെ ആണോ? അത് കഴിഞ്ഞിട്ട്
ഇനി ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ബ്രാഞ്ച് മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ബ്രാഞ്ചിലോട്ടാണ് അപേക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിസിക്സ് മാത്സ് സയൻസ് സ്ട്രീമിലായിരിക്കണം +2 പാസ് ആവേണ്ടത്. അതുപോലെ തന്നെ 50% മാർക്ക് വേണം, അതിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ മിനിമം 4 ഇയേഴ്സ് ഓഫ് ഡിഗ്രി ഗ്രാജുവേഷൻ ഓർ ഇൻ്റഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ ക്വാളിഫിക്കേഷൻ ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. എഞ്ചിനീയറിംഗിൽ ഒരു 4 വർഷത്തെ ഡിഗ്രി വേണം, ഗ്രാജുവേഷൻ വേണം എന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അസോസിയേഷൻ മെമ്പർഷിപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ എയറോനോട്ടിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയിൽ എന്ത് വേണം, സെക്ഷൻ എയും ബിയും ഒക്കെ പാസ്സായിരിക്കണം, 60% മാർക്കോടെ പാസ്സായിരിക്കണം. ഓക്കെ ആണോ? ഇനി അതുപോലെ തന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടിയിൽ തന്നെ നോൺ ടെക്നിക്കൽ വിഭാഗത്തിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് വെപ്പൺ സിസ്റ്റത്തിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സയൻസ് സ്ട്രീം തന്നെയാണ് +2 വേണ്ടത്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ വേണം, അതും അല്ലെങ്കിൽ ബിടെക്കോ ബിഇഒ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, 60% മാർക്കോടെ അതും പാസ്സായിരിക്കണം. ഓക്കെ. അതല്ല മെറ്റീരിയോളജി ബ്രാഞ്ചിലാണെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് സയൻസ് തന്നെ ആയിരിക്കണം പഠിച്ചിട്ടുണ്ടാവുക. അതുപോലെ തന്നെ BSc ഫിസിക്സ് മാത്സ് അതിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം, 60% മാർക്കോടെ അതിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ ഏതെങ്കിലും എഞ്ചിനീയറിംഗിൽ ഗ്രാജുവേഷൻ ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി വിത്ത് 60% മാർക്ക്. എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് 60% മാർക്ക് വേണം, അതല്ലെങ്കിൽ ഫിസിക്സിലോ മാത്സിലോ ഗ്രാജുവേഷൻ വേണം. അങ്ങനെയുള്ളവർക്കാണ് മെറ്റീരിയോളജി ബ്രാഞ്ചിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇനി അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോജിസ്റ്റിക് ബ്രാഞ്ചിലേക്ക് നോക്കുകയാണെങ്കിൽ 10ഉം +2ഉം പാസ്സായിരിക്കണം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്ട്രീം പാസ്സായിരിക്കണം. അതുപോലെ തന്നെ ഗ്രാജുവേഷൻ 60% മാർക്ക് വേണം. ഓക്കെ. അതിൽ സയൻസ് ഒന്നും ഇല്ല, ഏതെങ്കിലും ഒരു സ്ട്രീമിൽ +2 പാസ്സായിരിക്കണം. കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ഏതായാലും കുഴപ്പമില്ല, അതിൽ പാസ്സായിരിക്കണം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഗ്രാജുവേഷനും വേണം. അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് ബ്രാഞ്ച് എന്ന് പറയുന്ന പോസ്റ്റ്. അതുപോലെ തന്നെ അക്കൗണ്ട്സ് ബ്രാഞ്ചിൽ നോക്കുകയാണെങ്കിൽ +2 10 അത് ഏത് സ്ട്രീമിലായാലും സയൻസോ ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ ഏത് സ്ട്രീമിൽ വേണമെങ്കിലും പാസ്സായാലും മതി. അതുപോലെ തന്നെ ഈ പറയുന്ന ഏതെങ്കിലും ഒരെണ്ണം വേണം, ബികോമോ BBAയോ BMSോ ഫിനാൻസിൽ ബികോമോ BBA ഇൻ ഫിനാൻസ്, BMS ഇൻ ഫിനാൻസ്, അതുപോലെ തന്നെ BBS BSc അല്ലെങ്കിൽ ക്വാളിഫൈഡ് CA CMA CS CFA ഇത്രയായിരിക്കണം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക്. അതുപോലെ തന്നെ ഇനി എഡ്യൂക്കേഷണൽ ബ്രാഞ്ചിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ പാസ്ഡ് +2 10th +2 ഇൻ എനി സ്ട്രീം, ഏതെങ്കിലും ഒരു സ്ട്രീമിൽ +2 പാസ്സായിരിക്കണം. ഏതെങ്കിലും PG വേണം. ഓക്കെ. അതിൽ UG മാത്രം പോരാ, PG വേണം. അങ്ങനെയുള്ളവർക്കാണ് ഈ എഡ്യൂക്കേഷണൽ ബ്രാഞ്ച് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നോക്കുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുമ്പോൾ 550 രൂപയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അടയ്ക്കേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ NCC സ്പെഷ്യൽ എൻട്രി ഉള്ളവർക്ക് ഫീസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ളവർക്ക് 550 രൂപയാണ് അപ്ലൈ ചെയ്യേണ്ട ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഏകദേശം 304 വേക്കൻസികളാണ് ഈ പറയുന്ന അഫ്കാറ്റിലുള്ളത്. അപ്പോൾ അഫ്കാറ്റിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള വേക്കൻസി ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഫ്ലൈയിങ് ബ്രാഞ്ചിലാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ പെൺകുട്ടികൾക്ക് 67, ഈ പറയുന്ന 304 വേക്കൻസിയിൽ 67 വേക്കൻസിയും പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണുള്ളത്. അപ്പോൾ പെൺകുട്ടികൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ നോക്കുമ്പോൾ മെന്നിന് ഫ്ലൈയിങ്ങിൽ 18, വുമണിന് 11. അതുപോലെ തന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ ആണെങ്കിൽ 88, അതുപോലെ തന്നെ മെക്കാനിക്കൽ ആണെങ്കിൽ 36. മെന്നിൻ്റെ കാര്യമാണ് പറയുന്നത്. വുമണിലാണെങ്കിൽ ഇലക്ട്രിക്കൽ ആണെങ്കിൽ 23, മെക്കാനിക്കൽ ആണെങ്കിൽ 9 വേക്കൻസികളുണ്ട്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ആണ് എന്നുണ്ടെങ്കിൽ വെപ്പൺ സിസ്റ്റത്തിനകത്ത് വെപ്പൺ സിസ്റ്റം ബ്രാഞ്ചിനകത്താണെങ്കിൽ 14, അക്കൗണ്ടിങ്ങിലാണ് അഡ്മിനിസ്ട്രേഷൻ ബ്രാഞ്ചിലാണെങ്കിൽ 43, LGS ആണെങ്കിൽ 13, അക്കൗണ്ട്സ് ആണെങ്കിൽ 10, എഡ്യൂക്കേഷൻ ബ്രാഞ്ച് ആണെങ്കിൽ 7, മെറ്റീരിയോളജി ബ്രാഞ്ച് ആണെങ്കിൽ 8. അങ്ങനെയാണ് മെന്നിന് വരുന്നത്. വുമണിന് നോക്കുകയാണെങ്കിൽ വെപ്പൺ സിസ്റ്റം ബ്രാഞ്ചിലാണെങ്കിൽ 3, അഡ്മിനിസ്ട്രേഷൻ ബ്രാഞ്ചിലാണെങ്കിൽ 11, LGS ആണെങ്കിൽ 4, അക്കൗണ്ട്സ് ആണെങ്കിൽ 2, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ബ്രാഞ്ച് ആണെങ്കിൽ 2, മെറ്റീരിയോളജി ആണെങ്കിൽ 2. ഇങ്ങനെയാണ് വേക്കൻസി ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ ഗേൾസിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, അതുപോലെ തന്നെ ബോയ്സിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഗേൾസിന് 67 വേക്കൻസികളാണ് ഈ ഇപ്രാവശ്യത്തെ അഫ്കാനിൽ വന്നിട്ടുള്ളത്. ഓക്കെ.
ഇനി നമ്മുടെ എക്സാം പാറ്റേൺ നോക്കുകയാണെങ്കിൽ 100 ക്വസ്റ്റ്യൻസ് കാണും. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വെച്ചിട്ടാണ് വരുന്നത്. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വെച്ചിട്ടാണ് വരുന്നത്. അതുപോലെ നെഗറ്റീവ് മാർക്ക് നോക്കുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് മാർക്ക്, ഒരു ക്വസ്റ്റ്യൻ റോങ് ആണെങ്കിൽ 1 മാർക്ക് നെഗറ്റീവ് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ റൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ടോട്ടൽ മാർക്ക് 300 ആയിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ 2 മണിക്കൂറാണ് നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള ടൈം എന്ന് പറയുന്നത്. ഓക്കെ, 2 മണിക്കൂറാണ് എക്സാം എഴുതാനുള്ള ടൈം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി നോക്കുകയാണെങ്കിൽ എക്സാമിൻ്റെ സിലബസ് അതുപോലെ സബ്ജക്റ്റുകൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ SSC പഠിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. നിങ്ങൾക്ക് അതിൽ പഠിക്കുന്ന സെയിം സബ്ജക്റ്റ് സിലബസ് തന്നെയാണ്. ഇംഗ്ലീഷ്, ജനറൽ നോളജ്, റീസണിങ് ആൻഡ് മിലിറ്ററി ആപ്റ്റിറ്റ്യൂഡ്. എക്സ്ട്രാ വരുന്നത് ഈ മിലിറ്ററി ആപ്റ്റിറ്റ്യൂഡ് മാത്രമായിരിക്കും നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്നത്. ഓക്കെ, ബാക്കിയെല്ലാം സെയിം തന്നെ ആയിരിക്കും. അതുപോലെ മാത്സ് ടോട്ടൽ എന്ന് പറയുമ്പോൾ 100 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ 30 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ 90 മാർക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ജനറൽ നോളജ് ആണെങ്കിൽ 25 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അങ്ങനെയെങ്കിൽ 75 മാർക്കായിരിക്കും ടോട്ടൽ വരുന്നത്. അതുപോലെ തന്നെ റീസണിങ് ആണെങ്കിൽ 25 ക്വസ്റ്റ്യൻ, 75 മാർക്ക് തന്നെ ആയിരിക്കും ടോട്ടൽ. ഇപ്പോൾ മാത്സിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ 20 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്ര സ്കോർ ചെയ്താൽ മതി? 60 മാർക്ക് സ്കോർ ചെയ്താൽ മതി. അപ്പം ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. പ്രോബബ്ലി മാത്സിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യൻസ് 300 മാർക്ക് പെട്ടെന്ന് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റും. നല്ല രീതിക്കൊന്ന് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ കോംപ്രഹെൻഷൻ, ക്ലോസ് ടെസ്റ്റ്, സിനോണിംസ്, ആന്റോണിംസ്, ഇഡിയംസ്, ഫ്രേസസ്, എറർ സ്പോട്ടിംഗ്, ഇത്രയുമാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അതുപോലെ തന്നെ ജനറൽ നോളജ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററി, പൊളിറ്റി, എക്കണോമിക്സ്, ജിയോഗ്രഫി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് കറണ്ട് അഫയേഴ്സ്, ഇത്രയുമാണ് സിലബസ് എന്ന് പറയുന്നത്. അതുപോലെ റീസണിങ്ങിലാണെങ്കിൽ സീരീസ്, വെൻ ഡയഗ്രാം, സിലോജിസം, ബ്ലഡ് റിലേഷൻസ്, നോൺ വെർബൽ ആൻഡ് വെർബൽ റീസണിങ് ആൻഡ് മിലിറ്ററി ആപ്റ്റിറ്റ്യൂഡ് ആണ് സിലബസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ മാത്സിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നമ്പർ സിസ്റ്റംസ്, HCF, LCM, ടൈം, ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം ആൻഡ് വർക്ക്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ്, ആവറേജ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പൈപ്പ് ആൻഡ് സിസ്റ്റം, ഇത്രയുമാണ് സിലബസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും സിലബസ് അനുസരിച്ച് നിങ്ങൾ കവർ ചെയ്ത് പഠിച്ചു തുടങ്ങുക. ഇപ്പോൾ നിങ്ങൾക്ക് എക്സാം നോട്ടിഫിക്കേഷൻ വന്നിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് നല്ല ടൈം ഉണ്ട്. അപ്പോൾ ഇത്രയും സിലബസ് കവർ ചെയ്ത് ബേസ് തൊട്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. കറക്റ്റായിട്ട് മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് AFCAT എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് എക്സാം പ്രൊസീജിയർ, എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ റിട്ടൺ എക്സാം, നിങ്ങൾക്ക് ആദ്യം വരുന്ന AFCATൻ്റെ റിട്ടൺ എക്സാം പാസ്സായവരെ മാത്രമാണ് അടുത്ത നെക്സ്റ്റ് ലെവലിലേക്ക് പോവുക. അപ്പോൾ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുമ്പോൾ AFSB ആണ് നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. സെലക്ഷൻ എയർഫോഴ്സ് സെലക്ഷൻ ബോർഡിലേക്ക് നിങ്ങൾ വിളിക്കുകയും ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് ഒരു കോൾ ലെറ്റർ വരും. ഓക്കെ, ഈ എക്സാം റിട്ടൺ എക്സാം പാസ്സായവർക്ക് ഒരു കോൾ ലെറ്റർ വരും. അപ്പോൾ എയർഫോഴ്സ് സെലക്ഷൻ ബോർഡിലേക്ക് നിങ്ങൾ വിളിക്കും. അതിനുശേഷം 2 സെക്ഷനായിട്ടായിരിക്കും, നിങ്ങൾക്ക് 2 സ്റ്റേജസ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് എക്സാം നടത്തുന്നത്. ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് ഒക്കെ കാണും. അപ്പോൾ അങ്ങനെയുള്ള 2 സ്റ്റേജും, ഫസ്റ്റ് സ്റ്റേജ് പാസ്സായാൽ മാത്രമേ നിങ്ങളെ സെക്കൻഡ് സ്റ്റേജിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തിലേക്ക് കൊണ്ടുപോകും? മെഡിക്കൽ ടെസ്റ്റിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ മെഡിക്കൽ ടെസ്റ്റിൽ വരുന്നത് നിങ്ങളെ ചിലപ്പോൾ ബംഗളൂരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏവിയേഷൻ മെഡിസിൻ ഇൻ ബംഗളൂരു അവിടെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. അതല്ലെങ്കിൽ എയർഫോഴ്സ് സെൻട്രൽ മെഡിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അവിടെ നിങ്ങളെ വിളിക്കും. അതിനുശേഷം മെഡിക്കൽ ടെസ്റ്റും കഴിഞ്ഞിട്ട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാകും. ഇങ്ങനെയാണ് സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ റിട്ടൺ എക്സാം പാസ്സാവുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബാക്കി കടമ്പകളിലേക്ക് നിങ്ങൾ ഈ എക്സാം പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു കോൾ ലെറ്റർ വരുള്ളൂ. അതിനുശേഷം മാത്രമേ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾക്ക് അട്രാക്റ്റീവായിട്ടുള്ള സാലറി സ്ട്രക്ചറാണ് പറഞ്ഞു തരുന്നത്. വളരെ നിങ്ങൾ കാത്തിരുന്ന, അതായത് ഇപ്പോൾ ഒരു പ്രൈവറ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസം 1 ലക്ഷം 2 ലക്ഷം എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ പ്രൈവറ്റ് സെക്ടറാണ് വലുതെന്ന് തോന്നില്ലേ? അപ്പോൾ അതുപോലെ അതിനേക്കാളും നല്ലൊരു അട്രാക്റ്റീവായിട്ടുള്ള സാലറി പാക്കേജാണ് നമ്മുടെ ഗവൺമെൻറ് സെക്ടറിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഫ്ലൈയിങ് ഓഫീസറായിട്ടാണ് വരുന്നതെങ്കിൽ ലെവൽ 10 സാലറി പാക്കേജാണ് വരുന്നത്. 56,000 മുതൽ 1,77,000 രൂപ വരെയാണ് അലവൻസ് ഉൾപ്പെടെ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നത്. 1,77,000 രൂപ വരെ
നിങ്ങൾക്ക് കയ്യിൽ കിട്ടും. അതുപോലെ തന്നെ ഫ്ലൈറ്റ് ലെഫ്റ്റനൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 61,000 മുതൽ 1,93,000 രൂപ വരെ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്ക്വാഡ്രൺ ലീഡർ ആണെങ്കിൽ നിങ്ങൾക്ക് 69,000 മുതൽ 2 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് 2,07,000 രൂപ വരെ ആ സംതിങ് അടുപ്പിച്ച് നിങ്ങൾക്ക് ഇൻ ഹാൻഡ് കയ്യിൽ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ വിങ് കമാൻഡർ ആണെങ്കിൽ നിങ്ങൾക്ക് 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെയാണ് കിട്ടുന്നത്. ഓക്കെ, 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ നിങ്ങളുടെ കയ്യിൽ ഇൻ ഹാൻഡ് കിട്ടും. അതുപോലെ തന്നെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആണെങ്കിൽ 1.5 ലക്ഷം മുതൽ 2.25 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ എയർ കമാൻഡർ ആണെങ്കിൽ 1.5 ലക്ഷം മുതൽ 2.25 ലക്ഷം രൂപ വരെ തന്നെയാണ്. 1,39,000 രൂപ മുതൽ 2,17,000 രൂപ വരെ നിങ്ങൾക്ക് കയ്യിൽ ഇൻ ഹാൻഡ് കിട്ടും. അതുപോലെ തന്നെ എയർ വൈസ് മാർഷൽ ആണെങ്കിൽ 1,44,000 മുതൽ 2,18,000 രൂപ വരെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ എയർ മാർഷൽ HAG സ്കെയിൽ ആണെങ്കിൽ നിങ്ങൾക്ക് 1,82,000 മുതൽ 2,24,000 രൂപ വരെ അലവൻസ് ഉൾപ്പെടെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ HAG പ്ലസ് സ്കെയിലാണെങ്കിൽ 2 ലക്ഷം മുതൽ 2,24,000 രൂപ വരെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സ്റ്റാർട്ടിങ് തന്നെ 2 ലക്ഷം രൂപയാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. പ്ലസ് അലവൻസ് ആണ് 2,24,000 രൂപ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ VSES, എയർഫോഴ്സ്, CDR, എയർ മാർഷൽ ആണെങ്കിൽ നിങ്ങൾക്ക് 2,25,000 രൂപ ഫിക്സഡ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ CAS ആണെങ്കിൽ നിങ്ങൾക്ക് 2.5 ലക്ഷം രൂപ ഫിക്സഡ് ആയിട്ട് കയ്യിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എത്ര നല്ലൊരു സാലറി പാക്കേജാണ്. ഈ പാക്കേജിൽ നല്ലൊരു ഓഫീസറായിട്ടൊരു യൂണിഫോം പോസ്റ്റിൽ നിങ്ങൾ നിൽക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അപ്പോൾ ആ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് എന്താ? നിങ്ങൾ ഓൾറെഡി 10th-ലും +2-ലൊക്കെ പഠിച്ച അതേ സിലബസ് ഒക്കെ തന്നെയാണ്, നല്ല സിമിലർ ആയിട്ടുള്ള സിലബസ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്ന് ഇരുന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന മാസം 2.5 ലക്ഷം രൂപ വരെയുള്ള നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് മിനിമം ഒരു എത്ര രൂപയാണ് മിനിമം വരുന്നത് ഇവിടെ എത്രയാ? 56,000 രൂപ വരെയുള്ള സാലറി പാക്കേജാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഫ്ലൈയിങ് അലവൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഏകദേശം 11,000 രൂപ വരെയാണ് ഫ്ലൈയിങ് അലവൻസ് മാത്രം വരുന്നത്. അതുപോലെ തന്നെ 2,500 രൂപ ടെക്നിക്കൽ അലവൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി ഫിസിക്കൽ എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ ഫ്ലൈയിങ് ബ്രാഞ്ചിലാണെങ്കിൽ 162 സെൻറ്റിമീറ്റർ ആണ് മെന്നിനും വുമണിനും വേണ്ടത്. ഫീമെയിലിനും മെയിലിനും 162.5 സെൻറ്റിമീറ്റർ ആണ് ഫ്ലൈയിങ് ബ്രാഞ്ചിൽ വേണ്ടത്. അതുപോലെ ഗ്രൗണ്ട് ഡ്യൂട്ടിയിൽ നോക്കുകയാണെങ്കിൽ മെയിലിന് 157ഉം ഫീമെയിലിന് 152 ആണ്. അത്യാവശ്യം നല്ല ഈ പല യൂണിഫോം പോസ്റ്റിലും അപേക്ഷിക്കാൻ പറ്റാത്തതിൻ്റെ റീസൺ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന 157 സെൻറ്റിമീറ്റർ ഒക്കെ ഗേൾസിന് വേണം എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ കുറച്ച് യൂണിഫോം പോസ്റ്റുകളൊക്കെ അപേക്ഷിക്കാൻ പറ്റാതെ വരും. പക്ഷെ അവർക്ക് പോലും അപേക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു പോസ്റ്റാണ് അഫ്ഗാൻ്റെ ഗ്രൗണ്ട് ഡ്യൂട്ടി പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് 152 സെൻറ്റിമീറ്റർ മതി വിമൻസിന്, അല്ലെങ്കിൽ ഫീമെയിലിന് 152 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു അൺമാരീഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ്, അൺമാരീഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനാണ് ഇത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, ഇനി 20 വയസ്സാണ് മിനിമം, 26 വയസ്സാണ് മാക്സിമം ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് ഓൾറെഡി 20 മുതൽ 26 വയസ്സ് വരെ ഉള്ള കാൻഡിഡേറ്റ്സിനാണ് ഇത് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത്രയും ഏജ് ഉള്ള കുട്ടികൾക്ക് മാത്രമേ ഇത് അപേക്ഷിക്കാൻ വേണ്ടി പറ്റുള്ളൂ. പ്ലസ് അത് അൺമാരിഡ് കൂടിയാണോ എന്ന് പറയുമ്പോൾ ഒരു മാസ് ഓഫ് പീപ്പിൾ എന്ത് ചെയ്യും, മാറി നിൽക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് യൂസ് ചെയ്യുക. കറക്റ്റായിട്ട് നിങ്ങൾ ഈ പറയുന്ന ലാസ്റ്റ് നിമിഷം വരെ വെയിറ്റ് ചെയ്യാതെ, ആ ഒരു റഷിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാതെ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുക. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഞാനിപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഡിഗ്രിയാണ് ബേസ് ക്വാളിഫിക്കേഷൻ. അപ്പോൾ അത്യാവശ്യം ഡിഗ്രി ഉള്ളവർക്ക് നല്ല രീതിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ഒത്തിരി ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനെയുള്ളവർ അത് അപ്ലൈ ചെയ്യുക. അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എക്സ്ട്രാ ഉള്ള ആ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവർ ആ പോസ്റ്റുകൾ കറക്റ്റായിട്ട് നോക്കി അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു ജോബ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് ഓൾ ദ ബെസ്റ്റ്.